നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവുമായിട്ട് വന്നതാണ്. അതിനു മുമ്പ് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ: മാതാവ് ഉത്ഭവപാപമില്ലാതെ തന്നെയാണ് ജനിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, രക്ഷാകരപദ്ധതിയോ ക്രിസ്തുവോ അതൊന്നും ഇല്ലേ എന്ന്. അതൊക്കെയുണ്ട്. കാരണം അങ്ങനെ ഒരു ചോദ്യം വരാൻ തന്നെ കാരണം വിശുദ്ധ അഗസ്റ്റിനാണ്. വലിയൊരു ദൈവശാസ്ത്ര പണ്ഡിതനായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. അദ്ദേഹമാണ് പറഞ്ഞു വെച്ചത്, മാതാവും എല്ലാ മനുഷ്യരെയും പോലെ തന്നെ പാപത്തോടെ ആയിരിക്കണം ജനിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. അതുവരെ മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് പറഞ്ഞ സഭയ്ക്ക് വിശുദ്ധ അഗസ്റ്റിൻ്റെ ആ ഒരു ചോദ്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ അഗസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ സഭയ്ക്ക് വലിയൊരു ചോദ്യമായി മാറി, മാതാവിന് ഉത്ഭവപാപമുണ്ടോ അതോ ഇല്ലയോ എന്നൊക്കെ. എന്നാൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ കാലഘട്ടത്തിന് ശേഷം വന്ന ദൈവശാസ്ത്ര പണ്ഡിതനായ സ്കോട്ട് വിശുദ്ധ അഗസ്റ്റിൻ്റെ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും കോർത്തിണക്കി സഭയ്ക്ക് മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായി ഉത്തരം നൽകി. ആ ഉത്തരങ്ങളിൽ നിന്നും സഭ തൻ്റെ പഠനങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചതാണ് മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള ഡോഗ്മ ഇന്ന് നാം പഠിക്കുന്നത്. അതുകൊണ്ട് അമലോത്ഭവത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ വളരെ വ്യക്തമായും കൃത്യമായും നമുക്ക് പറയാൻ കഴിയണം ഈ ഒരു ഡോഗ്മ അത് എങ്ങനെ ഉണ്ടായി എന്ന്. അല്ലാതെ വെറുതെ കണ്ണടച്ച് വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം നമ്മൾ വിശ്വസിക്കുന്നതല്ല, അതിന് കൃത്യമായ പഠനങ്ങളും തെളിവുകളും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ദൈവശാസ്ത്ര പണ്ഡിതനായ സ്കോട്ട് തൻ്റെ പഠനങ്ങളിലൂടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയത് എന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റു വ്യക്തികൾക്കും ഈ ഒരു അറിവ് പകർന്നു നൽകുവാനായി മാക്സിമം ഷെയർ ചെയ്യുക.